പുതുപ്പള്ളിയിലേക്ക് നമുക്ക് പോകാം. ചാണ്ടി ഉമ്മന്റെ മണ്ഡലം. 37,719 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ചാണ്ടി ഉമ്മന് 83.5 ഡിസ്റ്റിങ്ഷന് മുകളിൽ തകർപ്പൻ പ്രകടനവുമായി ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ 83.5 മുഖ്യമന്ത്രിക്കൊപ്പം പിണറായി വിജയനുമായി റാങ്ക് പങ്കിടുന്നു ചാണ്ടി ഉമ്മൻ. റാങ്ക് പങ്കിടുന്നു. മുഖ്യമന്ത്രിയുടെ മകൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായി ഉപതെരഞ്ഞെടുപ്പിൽ വന്നത് 9,000 ഉണ്ടായിരുന്ന ഭൂരിപക്ഷം 37,000-ലേക്ക് വർദ്ധിച്ചു. ആൻജോ പറഞ്ഞതുപോലെ മുൻ മുഖ്യമന്ത്രിയുടെ മകൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായി MLA റാങ്ക് പങ്കിടുന്നു. UDF-ല് കുത്തക മണ്ഡലമായിട്ട് ഇപ്പോൾ ചാണ്ടി ഉമ്മന് ശേഷം മാറി വൃത്തിയായിട്ട് 2 പ്രാവശ്യം കുത്തക 2 തവണ കുത്തക കയ്യിലെ കൃഷ്ണമണി പോലെ പുതുപ്പള്ളി എല്ലാ കാലത്തും ഉമ്മൻചാണ്ടിക്കൊപ്പമായിരുന്നു. ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. 14,088 വോട്ടിന്റെ ഭൂരിപക്ഷം പുതുപ്പള്ളിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. 30,000-ലധികം ഭൂരിപക്ഷത്തിൽ മുഖ്യമന്ത്രിയും ചാണ്ടി ഉമ്മനും ഇതാ റാങ്ക് പങ്കിട്ടവരെ കാണാം. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്ക്രീൻ. ഇത് കണ്ടുകൊണ്ടൊരു പക്ഷേ ചാണ്ടി ഉമ്മൻ ഇരിക്കുന്നുണ്ടാവും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കൊപ്പം MLA എന്ന നിലയുടെ പെർഫോമൻസിനുള്ള റാങ്ക് പങ്കിടുകയാണ് ചാണ്ടി ഉമ്മൻ. മുഖ്യമന്ത്രി പദത്തിലേക്ക് ഭാവിയിൽ ഒരു അസറ്റാണ് കേട്ടോ കോൺഗ്രസിൽ ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടിക്ക് ശേഷം അത് ഉമ്മൻചാണ്ടിയുടെ മാത്രമല്ല, അതും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ, ചാണ്ടി ഉമ്മൻ ജയിച്ചത് അത് ചിലപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് നിങ്ങളായിരിക്കും പറയുന്നത്. അല്ല ഒരു കാര്യം, ചാണ്ടി ഉമ്മൻ ജയിച്ചത് ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്നുണ്ടായ സഹതാപ തെരഞ്ഞെടുപ്പിലാണെന്നാണല്ലോ LDF പറഞ്ഞിരുന്നത്. ഒരു പരിധിവരെ ഒരു വിഭാഗം വോട്ടുകൾ കിട്ടിയതും അങ്ങനെയാണ്. പക്ഷേ ഇപ്പൊ ചാണ്ടി ഉമ്മൻ ഇത് വീർപ്പ് തുന്നിയിട്ടെടുത്ത കുപ്പായോ ഉറപ്പായിട്ടും അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ MLA പെർഫോമൻസ് മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുന്ന ഒരാളാണ്. എല്ലാം കൃത്യമായി പോയി എല്ലാവർക്കും വേണ്ടി പണിയെടുത്ത് അവിടെ സംഘടനാ സംവിധാനം ഉണ്ടാക്കി ആളുകളെ കൂടെ നിർത്തി ഓടിക്കേറി ഉമ്മൻചാണ്ടി ഓടിക്കയറുന്ന പോലെ ഓടിക്കേറി ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പൊ ഷഫീഖ് പുതുപ്പള്ളിയിൽ ഇനിയിപ്പോ തിരിഞ്ഞു നോക്കേണ്ടതില്ല. അത് മാത്രമല്ല യുവ നേതാക്കളെല്ലാം താരതമ്യേന മികച്ച റാങ്ക് നേടുന്നു എന്നുള്ളതൊരു ഈ സർവേയുടെ ഒരു ട്രെൻഡായി നമുക്ക് കണക്കാക്കാം. നോക്കൂ, നജീബ് കാന്തപുരം മുസ്ലിം ലീഗിൽ നേടിയ റാങ്ക് ആയിരുന്നു. ഭാവിയിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞല്ലോ താങ്കൾ. അതാ ഞാൻ പറഞ്ഞത്. അതെ, സാധ്യതയുള്ളതാണ്. എന്താണ് ചാണ്ടി ഉമ്മന്റെ പ്രവർത്തനം നമ്മൾ കണ്ടതല്ലേ? ഓടി നടന്ന് ക്യാമ്പയിൻ ചെയ്യുന്ന ചെറുപ്പക്കാരൻ വീട് കയറുന്നത് വലിയ പ്രത്യേകത. ഒരു ദിവസം അദ്ദേഹം ചാണ്ടി ഉമ്മന്റെ മണ്ഡലത്തിലെ പ്രവർത്തനം മാത്രം നോക്കിയ പോരാ, ഉപതെരഞ്ഞെടുപ്പുകളിൽ എല്ലായിടത്തും വീടുകയറുള്ള പ്രചാരണം ഏറ്റെടുത്ത് ചാണ്ടി ഉമ്മനായിരുന്നു. അതായത് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഉറപ്പാക്കും. ഓരോ വീടുകളിലും ജനങ്ങളുമായിട്ടുള്ള ഡയറക്റ്റ് കണക്ട്. സാധാരണ നമ്മൾ പറയല്ലോ, ഡിഷ് ടിവിക്ക് പറയല്ലോ കണക്ട് ടു ഹോം എന്ന് പറയില്ലേ, അതാണ് ചാണ്ടി ഉമ്മന്റെ കാര്യത്തിൽ. പാലക്കാടും നിലമ്പൂരിലടക്കം വീട് കയറുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനം സവിശേഷമായിരുന്നു. ഓടിയാ പോകുന്നു. എത്ര വീടുകൾ കയറി കണക്കെടുക്കാന്ന് വന്നിരുന്നു.